ഫ്ലേവേഴ്സ് ലാൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗീതാ ശേഖരൻ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ച വാളംപുളി വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അച്ചാറിന് വേണ്ടിയിട്ട് പച്ച വാളംപുളി ഒരു 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, മുളക് പൊടി, അച്ചാർ പൊടി, ഉലുവാപ്പൊടി, കായം, ചൊറുക്ക, ഉപ്പ്, പഞ്ചസാര, എണ്ണ, കറിവേപ്പില, കടുക്. പുളി നമുക്ക് തൊണ്ടും കായും കളഞ്ഞ് നന്നാക്കി എടുക്കാം. ഇതുപോലെയാണ് നന്നാക്കി എടുക്കേണ്ടത്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 5 സ്പൂൺ എള്ളെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി നുറുക്കിയ പച്ചമുളക് ഇടാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഒന്ന് വരണ്ടു വരുമ്പോഴത്തേക്കും ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി മൂപ്പായിട്ടുണ്ട്. നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. 1 സ്പൂൺ അച്ചാർ പൊടി, 1/2 സ്പൂൺ ഉലുവാപ്പൊടി, 1 സ്പൂൺ കായപ്പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ പുളി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം 2 സ്പൂൺ എണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ അച്ചാർ നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 2 സ്പൂൺ ചുരുക്ക കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാകത്തിൽ 1 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം.
നമ്മുടെ പുളിയച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.